ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് ഹിസ്റ്ററി പാഠഭാഗത്ത് ചാപ്റ്റർ 7 ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ഈ ചാപ്റ്ററാണ് ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനാ ഇതര സ്ഥാപനങ്ങളും. അപ്പോൾ ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളും ഉണ്ട്, ഭരണഘടനേതര സ്ഥാപനങ്ങളും ഉണ്ട്. എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ? ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. എന്നാൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. അനുച്ഛേദം 324 പ്രകാരം. അപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25-നാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേരുന്നതാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ഉൾക്കൊള്ളുന്നു. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സുവരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സുവരെയോ ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചു. EVM മീൻസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അപ്പോൾ 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് എല്ലാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. VVPAT എന്താണ്? VVPAT വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ ആണ് VVPAT എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ്? ഭരണഘടനാ സ്ഥാപനമാണ്. നമ്മൾ പറഞ്ഞു ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്ത്? ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ജനപ്രാതിനിധ്യ നിയമങ്ങൾ നിലവിൽ വന്നത് 327 വകുപ്പ് പ്രകാരം 1950-51 കാലഘട്ടത്തിലാണ്. ജനപ്രാതിനിധ്യ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? 1950-51 കാലഘട്ടത്തിൽ 327 വകുപ്പ് പ്രകാരമാണ്. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം, പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ, തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും, തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും, തുടർ നടപടികൾ സ്വീകരിക്കലും. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലകൾ. അടുത്തത് ജനപ്രാതിനിധ്യ നിയമം 1950. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമം ആണ് ജനപ്രാതിനിധ്യ നിയമം 1950.
ജനപ്രാതിനിധ്യ നിയമം 1951 ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് ജനപ്രാതിനിധ്യ നിയമം 1951. അപ്പോൾ ജനപ്രാതിനിധ്യ നിയമം 50-ലും ഉണ്ട് 51-ലും ഉണ്ട്. രണ്ടിൻ്റെയും വിഷയങ്ങൾ എന്തൊക്കെയാണ്? ജനപ്രാതിനിധ്യ നിയമം 1950-ൽ പെടുന്നത് പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്നതിനുമാണ് 1950-ലെ ജനപ്രാതിനിധ്യ നിയമം. എന്നാൽ 1951-ലെ ജനപ്രാതിനിധ്യ നിയമം പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതുമാണ് 1951-ലെ ജനപ്രാതിനിധ്യ നിയമം. ദേശീയ സമ്മതിദായക ദിനം എന്നാണ് ജനുവരി 25 2011 മുതലാണ് ഇത് ആചരിച്ചു തുടങ്ങിയത്. ദേശീയ സമ്മതിദാന ദിനമായിട്ട് ജനുവരി 25 ആചരിച്ചു തുടങ്ങിയത് 2011 മുതലാണ്. 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. അപ്പോൾ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ഭേദഗതികൾ ഏതാണ്? 73-74. ഭരണഘടനയുടെ 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇത് ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏതാണ്? അനുച്ഛേദങ്ങളാണ് 243K, 243ZA എന്നിവ പ്രകാരമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 25-നാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെന്നാണ് ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ആ സ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ആ സ്ഥാനം ന്യൂഡൽഹിയാണ്. ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 അംഗങ്ങളാണെന്ന് പറഞ്ഞു. ഇവിടെ ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങളാണ്. ഇവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് അംഗങ്ങളുടെ കാലാവധി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയാണ് ചെയർപേഴ്സൺ ആകുന്നത്. അപ്പോൾ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് വരുന്ന വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയായി ആയിരുന്ന ആളായിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായി വരുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1993 ഒക്ടോബർ 12-നാണെങ്കിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചുമതലകൾ: മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക,
മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക. നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇവയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 11 അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഒക്ടോബർ 12 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998 ഡിസംബർ 11 ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 അംഗങ്ങളാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ 3 അംഗങ്ങളാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായി വരുന്ന ആൾ ഒന്നുകിൽ ഈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കാം, ചീഫ് ജസ്റ്റിസായി വിരമിച്ച ആളായിരിക്കാം, അതല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച ആളായിരിക്കും. ഈ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കേരള മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. അടുത്തത് ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു, മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31 ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. അപ്പോൾ ആകെ ദേശീയ വനിതാ കമ്മീഷനിൽ 7 അംഗങ്ങളാണുള്ളത്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. കേന്ദ്ര സർക്കാരാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8 വനിതാ കമ്മീഷൻ്റെ ചുമതലകൾ എന്തെല്ലാമെന്ന് നോക്കാം. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണങ്ങൾ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. ഇതൊക്കെയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ചുമതലകൾ. സ്ത്രീധന നിരോധന നിയമം എന്നാണ് നിലവിൽ വന്നത്? 1961 ഗാർഹിക പീഡന നിരോധന നിയമം 2005 ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് 2006 ഒക്ടോബർ 26. സ്ത്രീധന നിരോധന നിയമം 1961 ഗാർഹിക പീഡന നിരോധന നിയമം 2005 നിലവിൽ വന്നത്. ഇനി അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് സംസ്ഥാന വനിതാ കമ്മീഷനാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 12 ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങൾ ആണുള്ളത്. അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങളാണുള്ളത്. 5 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. കേന്ദ്ര ഗവൺമെൻറ്റാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്, രാഷ്ട്രപതിയാണ് നിയമം നിർമ്മിക്കുന്നത്. അപ്പോൾ സംസ്ഥാന ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണ് നിയമിക്കുന്നത്. ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചുമതലകൾ: ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണവ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക, ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട
പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. ഇപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013 നിലവിൽ വന്നത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണുള്ളത്. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ദേശീയ പട്ടികജാതി വർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004. ആകെ അംഗങ്ങൾ 5. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത് 1989. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചുമതലകൾ ഈ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക, ഈ വിഭാഗങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ഈ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക, ഇവരുടെ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 3 അംഗങ്ങളാണ്. ഗവർണർ നിയമിക്കുന്നു. 3 വർഷമാണ് കാലാവധി. ഇനി അടുത്തത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. 1993 നിലവിൽ വന്നു. 5 അംഗങ്ങളാണ്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി. 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായി. അപ്പോൾ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായത് 2018. ഇനി കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993. 3 വർഷമാണ് കാലാവധി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക, പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക, ഈ വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകുക. ഇവയാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചുമതലകൾ. അടുത്തത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC അനുച്ഛേദം 320 പ്രകാരമാണ് നിലവിൽ വന്നത്. ആകെ 11 അംഗങ്ങളാണുള്ളത്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 6 വർഷമോ 65 വയസ്സോ ആണ് കാലാവധി. അഖിലേന്ത്യാ സർവീസുകൾക്കും കേന്ദ്ര സർവീസുകളിലേക്കുമുള്ള നിയമനങ്ങൾ നടത്തുന്നത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അടുത്തത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ MR ബൈജു ആണ്. അടുത്തത് ദേശീയ ബാലാവകാശ കമ്മീഷൻ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. 2007 മാർച്ച് 5 നിലവിൽ വന്നത്. 7 അംഗങ്ങളാണുള്ളത്. ഇതേപോലെ തന്നെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനുമുണ്ട്. അന്തർദേശീയ മനുഷ്യാവകാശ ദിനം 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ബ്രിട്ടീഷ് അഭിഭാഷകനായ പീറ്റർ ബെനൻസ് 1961 സ്ഥാപിച്ചതാണ്. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13 ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് എന്തൊക്കെയാണ്? പ്രധാനമായും പഠിച്ചത് ജനാധിപത്യത്തിൻ്റെ വ്യാപനം ഏതൊക്കെ സ്ഥാപനങ്ങളിലൂടെയാണ് നടക്കുന്നത്. നമ്മൾ ഈ
ഈ ചാപ്റ്ററിൽ പ്രധാനമായും 8 സ്ഥാപനങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. അതൊക്കെ ഒന്നും കൂടി ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. ഇതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 കമ്മീഷണർമാരും ചേർന്ന് 3 അംഗങ്ങളാണ് ആകെയുള്ളത്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് അവരുടെ കാലാവധി. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. അപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നാമത്. രണ്ടാമത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 6 അംഗങ്ങളാണുള്ളത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് അംഗങ്ങളുടെ കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പോലെ തന്നെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് ഇതിലുള്ളത്. മൂന്നാമതായിട്ട് പറഞ്ഞത് വനിതാ കമ്മീഷനാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31-നാണ്. 7 അംഗങ്ങളാണ് ഇതിലുള്ളത്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ഇനി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14-നാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങളാണ്. ദേശീയ വനിതാ കമ്മീഷനിൽ 7-ഉം സംസ്ഥാന വനിതാ കമ്മീഷനിൽ 4 അംഗങ്ങളുമാണ്. 5 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. നാലാമതായിട്ട് പറഞ്ഞത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ 1993 മെയ് 17-നാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. 7 അംഗങ്ങളാണ് ഇതിലുള്ളത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 2013-ലാണ്. ഇതിലും 4 അംഗങ്ങളാണ് ഉള്ളത്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. അഞ്ചാമതായിട്ട് പറഞ്ഞത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ്. 2004-ലാണ് നിലവിൽ വന്നത്. ആകെ അംഗങ്ങൾ 5-ആണ്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 3 അംഗങ്ങളാണുള്ളത്. 3 വർഷമാണ് കാലാവധി. ആറാമതായി പറഞ്ഞത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. 1993-ലാണ് നിലവിൽ വന്നത്. 5 അംഗങ്ങളാണ് ഉള്ളത്. 3 വർഷമാണ് കാലാവധി. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993-ലാണ്. 3 വർഷമാണ് കാലാവധി. ഏഴാമതായി പറഞ്ഞത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ 320 ആർട്ടിക്കിൾ പ്രകാരമാണ് നിലവിൽ വന്നത്. ആകെ 11 അംഗങ്ങളാണ്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് അവരുടെ കാലാവധി. അതേപോലെ തന്നെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനും നിലവിലുണ്ട്. അടുത്തത് എട്ടാമതായി പറഞ്ഞത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. 2007 മാർച്ച് 5-നാണ് നിലവിൽ വന്നത്. 7 അംഗങ്ങളാണ് ഇതിലുള്ളത്. ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇതുപോലെ തന്നെ നിലവിലുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഓരോ സ്ഥാപനങ്ങളുടെയും ചെയർമാൻ ആരാണെന്നുള്ളത്, പ്രസൻറ്റ് ചെയർപേഴ്സൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.